സ്നേഹമുള്ളവരെ, സീറോ മലബാർ സഭ 2026 സാമുദായിക ശാക്തീകരണ വർഷമായി ആചരിക്കുകയാണ്. നമ്മുടെ രൂപതയിൽ അതിനുള്ള പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അടുത്ത മാസം തന്നെ സാമുദായിക ശാക്തീകരണത്തിൻ്റെ ഭാഗമായി ഓരോ ഇടവകയിലും ജാഗ്രതാ സദസ്സ് സംഘടിപ്പിക്കുന്നതിനുള്ള പ്രക്രിയയിലാണ് വൈദികരും അൽമായ നേതൃത്വവും. അപ്പോൾ എന്തിനാണ് ഈ സാമുദായിക ശാക്തീകരണ വർഷമായി ആചരിക്കുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇത് കൃത്യമാകണമെങ്കിൽ നമ്മുടെ സീറോ മലബാർ സഭയിലെ അൽമായർ സമുദായം ഇന്ന് കടന്നു പോകുന്ന ചില പ്രതിസന്ധികൾ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഒരു ചോദ്യം ഉന്നയിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ യുവാക്കൾ കൂട്ടത്തോടെ കേരളം വിട്ടുപോകുന്നത്? കേരളം വിട്ടുപോകുന്ന യുവാക്കളിലെ വലിയൊരു ശതമാനം സീറോ മലബാർ ക്രൈസ്തവരുടെ മക്കളാണ്. ഇതിൻ്റെ പ്രധാന കാരണം അവർക്ക് ഇവിടെ തൊഴിലവസരങ്ങൾ ഇല്ല എന്നുള്ളതാണ്. അവർ ഇവിടെ ഒരു മാന്യമായി ജീവിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നമ്മുടെ രാജ്യത്തെയോ സംസ്കാരത്തെയോ വിട്ടുപേക്ഷിച്ച് പോകില്ല. അങ്ങനെ നമുക്ക് മാത്രം ഇത്ര പ്രതിസന്ധികൾ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഒന്ന്, നമ്മുടെ വരുമാന സ്രോതസ്സുകളെല്ലാം അടഞ്ഞുപോയി. നിങ്ങൾ തിരിച്ചറിയണം, നമ്മുടെ വലിയൊരു സ്രോതസ്സായിരുന്നു കോൾപ്പാടങ്ങൾ. അവിടുത്തെ നെൽകൃഷിയുടെ ശതമാനം വളരെ കുറഞ്ഞുപോയി. രണ്ട്, നമ്മുടെ കുറിക്കമ്പനികൾ തൃശ്ശൂരിൽ നിന്ന് അപ്രത്യക്ഷമായി. തൃശ്ശൂർ അരിയങ്ങാടിയാണ് 200 കൊല്ലമായിട്ട് തൃശ്ശൂർ ജില്ലയിലെയും കൊച്ചി രാജ്യത്തെയും വ്യാപാരത്തെ നിയന്ത്രിച്ചിരുന്നത്. ഇന്ന് അരിയങ്ങാടി ഒഴിഞ്ഞ വഴികളായി മാറി. നമ്മുടെ ബാങ്കുകൾ, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കാത്തലിക് സിറിയൻ ബാങ്ക്, കൊച്ചിൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക് മുതലായവ നമ്മുടെ സീറോ മലബാർ ക്രൈസ്തവരുടെ അധ്വാനത്തിൻ്റെ ഫലമായി ഉണ്ടായതാണ്. അവിടെ ജോലി ചെയ്തിരുന്നവർ പലരും നമ്മുടെ ആളുകളാണ്. അതെല്ലാം ഇപ്പോൾ വിദേശ കുത്തക കമ്പനികൾ ക്രമേണ കീഴടക്കി നമ്മുടെ ആളുകൾക്ക് ജോലി കിട്ടാനുള്ള സാഹചര്യം അവിടെ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മലയോര മേഖലയിലോ കടലോര മേഖലയിലോ ക്രൈസ്തവർക്ക് പൊതുവെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മലയോര മേഖലയിലെ വന്യമൃഗശല്യവും ഫോറസ്റ്റ് നിയമങ്ങളുടെ കാടൻ പരിപാടികളും നമ്മളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃഷി ഉപേക്ഷിച്ച് പോവുകയാണ് നമ്മൾ, ബാങ്കിങ് ഉപേക്ഷിച്ച് പോവുകയാണ്, വ്യാപാരം ഉപേക്ഷിച്ച് പോവുകയാണ്. തൃശ്ശൂർ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കാനിങ് ഇൻഡസ്ട്രി, പാക്കിംഗ് കേസ് ഇൻഡസ്ട്രി, ഓട് ഇൻഡസ്ട്രി, ഇതിലൊക്കെ നമുക്ക് നിർണായക സ്വാധീനമുണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇനി മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാരായ നമുക്ക് ഗവൺമെൻറ് കനിഞ്ഞു തന്നിട്ടുള്ള EWS, എക്കണോമിക്കലി വീക്കർ സെക്ഷനെ സ്വീകരിക്കാനുള്ള സഹായങ്ങൾ, സംവരണങ്ങൾ, ചില മാനദണ്ഡങ്ങൾ പുതുക്കുന്നതിലുള്ള താമസം മൂലം നമ്മുടെ ആളുകൾക്ക് കിട്ടാതിരിക്കുകയാണ്. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് ജനസംഖ്യാനുപാതമായി നൽകണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടും സർക്കാർ അതിനെതിരെ നിലനിൽക്കുകയാണ്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും സർക്കാരും ന്യൂനപക്ഷ വകുപ്പും അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരിക്കുകയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മുടെ മക്കൾ ഇവിടെ നിന്ന് വിട്ട് ഓടിപ്പോയില്ലെങ്കിൽ അതിലെന്താണ് അത്ഭുതമുള്ളത്? ഇതിൻ്റെ ഉത്തരവാദികൾ ആരാണ്? നമ്മൾ പൊതുസമൂഹത്തെ പഴിച്ചതുകൊണ്ട് യാതൊരു കാര്യമില്ല. ഒന്ന്, നമ്മളുടെ മക്കളുടെ എണ്ണം കുറഞ്ഞു, നമ്മൾ ജനസംഖ്യാനുപാതമായി താഴെ വന്നു. രണ്ട്, സീറോ മലബാർ ക്രൈസ്തവരുടെ ആവശ്യങ്ങൾക്ക് ആരാണ് നമ്മെ സഹായിക്കാനുണ്ടാവുക? മറ്റു സമുദായങ്ങൾ അവരവരുടെ കാര്യം നോക്കുമ്പോൾ അവർ നമ്മെ സഹായിക്കാനുണ്ടാകുമെന്ന് ചിന്തിക്കുന്നത് വിഡ്ഢിത്തമാണ്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ബാങ്ക് പ്രീണനത്തിന് വേണ്ടി ഭൂരിപക്ഷ സമുദായങ്ങളെയാണ് അവർ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അവരെ ഏണിയാക്കി വെച്ചുകൊണ്ട് അധികാരത്തിൽ വരാനായിട്ടുള്ള ശ്രമങ്ങളാണ് അവർ നടത്തുന്നത്. അപ്പം നമ്മുടെ കാര്യം, നമ്മുടെ പിതാമഹന്മാർ അധ്വാനിച്ചതുകൊണ്ടാണ് നമ്മൾ ഇവിടെ സുഖമായി ജീവിച്ചത്. അതുകൊണ്ട് വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള സകല സാഹചര്യങ്ങളും ഒഴിവായി പോകും. എന്തുകൊണ്ടാണ് 200 കൊല്ലക്കാലം കഴിഞ്ഞ നൂറ്റാണ്ടുകളായി ഇവിടെ സീറോ മലബാർ ക്രൈസ്തവരെ നന്നായി ജീവിച്ചിരുന്നത്? ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം, രാജാക്കന്മാർക്ക് അറിയാം നമ്മളിവിടെ സമൂഹത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ്, അതുകൊണ്ട് തന്നെ നമ്മെ അവർ സഹായിച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വം നമ്മെ കൈവിട്ടിരിക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ സമുദായാംഗങ്ങൾ
രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതിൻ്റെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മെ ശക്തിപ്പെടുത്തണമെങ്കിൽ, നാം ഒറ്റക്കെട്ടായി നിൽക്കണമെങ്കിൽ, രാഷ്ട്രീയപരമായും സാമൂഹികപരമായും നമുക്ക് മേൽക്കൈ ഉണ്ടാവണമെങ്കിൽ, അല്ല നമുക്ക് ഭരണഘടനാപരമായ അവകാശങ്ങൾ കിട്ടിയാൽ മതി. അതിനുവേണ്ടി തന്നെ സംഘടിക്കേണ്ട ഒരു ഗതികേടിലാണ് നാം ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് വരാനിരിക്കുന്ന നമ്മുടെ മക്കളോട് അവർ ഈ സംസ്കാരത്തിൽ സന്തോഷകരമായി മാതാപിതാക്കളോട് കൂടി ജീവിക്കണമെന്ന് നമ്മുടെ പിതാമഹന്മാർ ആഗ്രഹിച്ചു, നമ്മൾ നിലനിന്നു. നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നാം ഒഴിഞ്ഞു മാറുന്നതിന് തുല്യമാണ്. എന്തുകൊണ്ടാണ് നമുക്ക് സംഘടിക്കാൻ പറ്റാത്തത്? സംഘടിക്കാൻ പറ്റാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ വൈദികർ, അൽമായർ, മറ്റു സഭാ വിഭാഗങ്ങൾ, സംഘടനകൾ എന്ന പേരിൽ വേർപിരിഞ്ഞ് നിൽക്കുകയാണ്. ചിതറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഐക്യം അതോടുകൂടി തകർന്നു പോകും. ഞാൻ KCYM-ൻ്റെ ആളാണ്, ഞാൻ CLC-യുടെ ആളാണ്, ഞാൻ കുടുംബ കൂട്ടായ്മയുടെ ആളാണ്. ഒരിക്കൽ എൻ്റെ വികാരിയച്ഛൻ ഒരു ഉദാഹരണം പറയുകയുണ്ടായി. ഓരോ മക്കൾക്കും ഒരു കുടുംബത്തിൽ ഓരോ ജോലിയുണ്ട്. പക്ഷേ ശത്രുക്കൾ പൊക്ലൈനുമായി വീട് പൊളിക്കാൻ വരുമ്പോൾ ഇവരൊക്കെ എനിക്ക് പഠിക്കാനുണ്ട്, എനിക്ക് മാർക്കറ്റിൽ പോകാനുണ്ട്, എനിക്ക് കച്ചവടമുണ്ട് എന്ന് പറഞ്ഞാൽ അവർ നിലനിൽക്കുന്ന വീട് തന്നെ ഇല്ലാതായി പോകും. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുമിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അത് നമ്മുടെ സ്വത്വബോധം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നാം തലമുറകളായി ഈ ഇന്ത്യ രാജ്യത്തെയും ലോകത്തെയും കേരളത്തെയും കെട്ടിപ്പടുക്കാനായിട്ട് നാം ചെയ്ത നന്മകളുടെ ഒരു കലവറയുണ്ട്. ആ കലവറ നമ്മൾ മറന്നുപോയി. പ്രിയമുള്ളവരെ, ക്രിസ്തു മതം ലോകത്തിനും ഭാരതത്തിനും കേരളത്തിനും ചെയ്ത സംഭാവനകൾ എണ്ണി പറയുകയാണെങ്കിൽ അതിന് മണിക്കൂറുകൾ വേണം. ഇവിടെ ചിലർ ചോദിക്കാറുണ്ട്, ഈ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ എന്താ ചെയ്തതെന്ന്. സ്വാതന്ത്ര്യം വേണമെന്ന് പറയണമെങ്കിൽ പ്രിയമുള്ളവരെ ബുദ്ധി വേണം, അത് വേണമെങ്കിൽ വിദ്യാഭ്യാസം വേണം, അത് വേണമെങ്കിൽ പുസ്തകം വേണം, പുസ്തകം വേണമെങ്കിൽ അച്ചടി വേണം. ഈ പുസ്തകം ഉണ്ടായിട്ട് കാര്യമില്ല, സ്കൂൾ വേണം, സ്കൂളും പുസ്തകവും ഉണ്ടായിട്ട് കാര്യമില്ല, ഭാഷ വേണം. നമ്മുടെ മിഷണറിമാരും ഇവിടുത്തെ വൈദികരും മലയാള ഭാഷ, തമിഴ് ഭാഷ, കന്നഡ ഭാഷ, ഹിന്ദി ഭാഷ, തെലുങ്ക് ഭാഷ ഇതൊക്കെ വികസിപ്പിച്ചെടുത്തത് കൊണ്ടാണ് നമ്മുടെ മാതൃഭാഷകൾ തന്നെ വികസിച്ച് വന്നത്. അങ്ങനെയാണ് പുസ്തകമുണ്ടായത്, അങ്ങനെയാണ് അച്ചടി ഉണ്ടായത്. ഇനി നിങ്ങൾ ഓരോ മേഖല എടുത്തു നോക്കിക്കോ. സിനിമയെ വികസിപ്പിച്ചെടുത്ത് ആരാണ്? കലാഭവൻ ഇല്ലെങ്കിൽ പ്രിയമുള്ളവരെ കേരളത്തിൻ്റെ ചിത്രം മറ്റൊന്നാണ്. അങ്ങനെ ഓരോ മേഖലയിൽ, ഇനി ശാസ്ത്രത്തിലോ, പലരും പറയാറുണ്ട് ക്രിസ്ത്യാനികൾ ശാസ്ത്രത്തിനൊന്നും ചെയ്തില്ല എന്ന്. ഞാൻ ചരിത്രം പഠിച്ചു നോക്കുമ്പോഴാണ് കാണുന്നത് പ്രഗത്ഭരായ 1500 ശേഷം ഉണ്ടായിട്ടുള്ള പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാരിൽ 90% ക്രിസ്ത്യാനികളാണ്. അതിൽ വലിയൊരു ശതമാനവും കത്തോലിക്കരാണ്. നാടകത്തിൻ്റെ ഏറ്റവും വലിയ ലോകത്തിലെ ആചാര്യൻ കത്തോലിക്കനായ ഷേക്സ്പിയറാണ്. ചിത്രകലയിലെ ഏറ്റവും വലിയ ആചാര്യൻ എന്ന് പറയുന്നത് കത്തോലിക്കനായ മൈക്കിളാഞ്ചലോയും റാഫേലും ലിയനാർഡോ ഡാവിഞ്ചിയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ലോകത്തിലെ ശാസ്ത്രത്തിനും കലയ്ക്കും അച്ചടിക്കും സ്കൂളിനും വിദ്യാഭ്യാസത്തിനും ഒക്കെ സംഭാവന ചെയ്ത നമ്മുടെ പിതാമഹന്മാർ ഈ ലോകത്തെ മാറ്റിയെടുത്തു എന്നതിൻ്റെ ആത്മാഭിമാന ബോധം നമുക്കുണ്ടാകണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എങ്ങനെ ഉണ്ടായത്? ആനി ബെസൻറ്റിൻ്റെ ഹോം റൂൾ പ്രസ്ഥാനം, ഈ യങ് ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ എഡിറ്ററായിരുന്ന കുമരപ്പ, അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര് ജോസഫ് കൊർണേലിയസ് കുമരപ്പ എന്നാണ്. പ്രിയമുള്ളവരെ, ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ടൈറ്റസ് ജി, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ വൈക്കം സത്യാഗ്രഹത്തിനൊക്കെ മുൻപ് നിന്നിരുന്നത് ബാരിസ്റ്റർ ജോർജ് ജോസഫ്, RV തോമസ്, പ്രിയമുള്ളവരെ അക്കാമ ചെറിയാൻ, ഇങ്ങനെയുള്ള അനേകം നേതാക്കൾ ഈ ചെറിയ ന്യൂനപക്ഷത്തിൻ്റെ കെട്ടിപ്പടുത്തതാണ് ഈ രാഷ്ട്രത്തിൻ്റെ നിർമ്മിതിയിൽ. ഈ ചെറിയ ന്യൂനപക്ഷം, അതാണ് ഒരിക്കൽ പറഞ്ഞത്, ഇന്ത്യയിലെ 25% പ്രൈമറി വിദ്യാലയങ്ങളും നടത്തുന്നത് നമ്മളാണ്. സർക്കാരാണിത് നടത്തേണ്ടത്, നമ്മളല്ല നടത്തേണ്ടത്. അപ്പോൾ സർക്കാരിനെ, പൊതുസമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരു വലിയ സിസ്റ്റേഴ്സ്, അച്ഛന്മാർ, നമ്മുടെ അൽമായ നേതാക്കൾ, അൽമായ സമൂഹം ഒരുമിച്ച് നിന്നുകൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷേ നമ്മെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളുകളിലുള്ള ജോലി, ആ സ്കൂളുകളുടെ നടത്തിപ്പ്, അതിനില്ലാതാക്കാൻ ഗവൺമെൻറ് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എയ്ഡഡ് സ്കൂളിൽ ശമ്പളം കൊടുക്കുന്നത് ഞങ്ങളാണ്
എന്ന് പറഞ്ഞ് നമ്മുടെ നിയമനങ്ങൾ തടഞ്ഞു വയ്ക്കുകയാണ്. പ്രിയമുള്ളവരെ, കോടാനുകോടി രൂപയാണ് നമ്മുടെ പിതാമഹന്മാർ കെട്ടിടങ്ങളായിട്ട് ഇതും സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇത് സർക്കാർ ചെയ്യേണ്ടതാണ്. അതാണ് നമ്മുടെ അപ്പനും അപ്പാപ്പനും വൈദികരും ഒരുമിച്ച് നിന്ന്, അതാണ് സമുദായം ഇത് കെട്ടിപ്പടുത്തത്. 1957 ഇത് ഏറ്റെടുക്കാനുള്ള ശ്രമം നടന്നു. അന്ന് നമ്മുടെ പിതാമഹന്മാർ ഒരുമിച്ച് നിന്ന് സമരം ചെയ്തതുകൊണ്ടാണ് ഇന്നും ഈ സ്കൂളുകൾ നമ്മുടെ കയ്യിലുള്ളത്. 1972 കോളേജുകൾ നാഷണലൈസ് ചെയ്യാൻ നോക്കി. നമ്മുടെ കുണ്ടുകുളം പിതാവിൻ്റെ നേതൃത്വത്തിൽ അതിനെതിരെ ലക്ഷങ്ങളാണ് അണിനിരന്നത്. 2007 ഗവൺമെൻറ് നമ്മുടെ കമ്മ്യൂണിറ്റി ന്യൂനപക്ഷമല്ല എന്ന് നിർവചിക്കാനായിട്ടാണ് ശ്രമം നടത്തിയത്. അതിനെയും നമ്മൾ ഒറ്റക്കെട്ടായി ചെറുത്തു നിന്നു. 1986 ആറാം തിരുമുറിവ് നാടകത്തിലൂടെ യേശു ക്രിസ്തുവിനെയും ഈ സമൂഹത്തെയും അവഹേളിക്കാൻ ശ്രമിച്ചപ്പോൾ ലക്ഷങ്ങളാണ് കേരളമെമ്പാടും അണിനിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ സ്വത്വത്തെ തൊട്ടാൽ ഉണർന്നെഴുന്നേൽക്കാൻ കഴിവുള്ള ഒരു സമൂഹം, ഒരു അൽമായ നേതൃത്വം, ഒരു വൈദിക നേതൃത്വം, ഒരു സന്യസ്ത നേതൃത്വം ഇവിടെ ഉണ്ടായിരുന്നു. അവർ ഒറ്റയ്ക്ക് കെട്ടായി നിന്നുകൊണ്ട് പോരാടിയതുകൊണ്ടാണ് നമ്മുടെ നിലനിൽപ്പ് ഇവിടെ സുതാര്യമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇപ്പം നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ അച്ഛന്മാർക്ക് എന്തുകൊണ്ടാണ് അവർക്ക് അടി കിട്ടണത്? നമുക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. വർഗീയവാദികളും തീവ്രവാദികളും നമ്മെ ആക്രമിക്കുമ്പോൾ നമുക്ക് നിസ്സംഗരായി നോക്കി നിൽക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. അതിൻ്റെ കാരണം നമ്മുടെ ആളുകളാരും രാഷ്ട്രീയ രംഗത്തില്ല, നമ്മുടെ ആളുകളാരും ഉദ്യോഗസ്ഥ തലത്തിലില്ല, നമ്മുടെ ആളുകളാരും പൊതുസമൂഹത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്നില്ല. അതുകൊണ്ട് കുടുംബ കൂട്ടായ്മയുടെ അടിസ്ഥാന അർത്ഥം എന്താണ്? അപ്പസ്തോല നടപടികൾ 2-ാം അധ്യായം 44-ാം വാക്യത്തിൽ ഒരു വചനമുണ്ട്: വിശ്വസിച്ചവരെല്ലാം ഒരു സമൂഹമായി തീർന്നു. ആ വചനത്തെ നാം പിന്തുടരുന്നെങ്കിൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ: ഒറ്റയ്ക്ക് നിന്ന് നശിച്ചു പോകണോ, ഒരുമിച്ച് നിന്ന് നമ്മുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ നേടിയെടുക്കണോ? അതിനുവേണ്ടിയുള്ള ശ്രമമാണ് സാമുദായിക ശാക്തീകരണ ശ്രമങ്ങൾ. കഴിഞ്ഞ 100-107 വർഷമായി കത്തോലിക്ക കോൺഗ്രസ് ഇതിൻ്റെ മുൻപന്തിയിലുണ്ട്. പക്ഷെ നമ്മുടെ പരിമിതമായ സഹകരണം കാരണം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് ശക്തി കുറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് സാമുദായിക ശാക്തീകരണത്തിൻ്റെ ഭാഗമായി സംഘടിതമായി നിലനിൽക്കാൻ കത്തോലിക്ക കോൺഗ്രസിനെ പോലുള്ള സംഘടനയെ, മറ്റേത് സംഘടനയിൽപ്പെട്ടവരാണെങ്കിലും അതിനെ സമുദായത്തിൻ്റെ പൊതുമുഖമായി കണ്ട് പോരാടണമെന്നും അതിനുവേണ്ടി ഈ കാര്യങ്ങൾ ചിന്തിച്ച് തീരുമാനിക്കണമെന്നും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി പൊട്ടിപ്പുറപ്പെടണമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളിൽ നിന്ന് കുടുംബ കൂട്ടായ്മയിൽ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതാണ്. ഒന്നാമതായി, നമ്മൾ ആദ്യം അറിയണം നാം നേരിടുന്ന വെല്ലുവിളികൾ എന്തെല്ലാമാണ്. രണ്ടാമതായി, നാം ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ സമുദായത്തെ ശാക്തീകരിക്കാൻ എന്തെല്ലാം കർമ്മപരിപാടികളാണ് ഓരോ ഇടവകയിലും ഓരോ കുടുംബ സമ്മേളന യൂണിറ്റിലും ഉണ്ടാകേണ്ടത്. മൂന്നാമതായി, വളരെ നിർണായകമാണ്, ഉദ്യോഗസ്ഥ രാഷ്ട്രീയ തലങ്ങളിൽ നമ്മുടെ യുവാക്കളെയും വനിതകളെയും കൂടുതൽ പങ്കാളികളാക്കാൻ വേണ്ടി എന്തെല്ലാം പരിപാടികളാണ് നാം ആവിഷ്കരിക്കേണ്ടത്. ഈ 3 ചോദ്യങ്ങളും ചർച്ച ചെയ്ത് നമ്മുടെ സമുദായത്തെ ശക്തിപ്പെടുത്താനുള്ള എല്ലാ പരിശ്രമവും നിങ്ങൾ നടത്തുമെന്ന് ഞാൻ കരുതുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.